പുതിയ സർക്കാർ തങ്ങളുടെ നയപ്രഖ്യാപനത്തിൽ പ്രൊജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റി എന്ന പദ്ധതിയുടെ ഭാഗമായി ആർത്തവകാലത്തെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 3 ദിവസം വരെ അവധി അനുവദിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം സമൂഹത്തിന്റെ ചിന്താഗതിയിൽ വലിയ ഒരു മാറ്റത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഏറെക്കാലമായി ഉയർന്നുകേട്ട ആവശ്യങ്ങൾക്കും ചർച്ചകൾക്കും വിരാമമിട്ടുകൊണ്ട് ആരോഗ്യവും അന്തസ്സും മുൻനിർത്തി സർക്കാർ സ്വീകരിച്ച ഈ നിലപാട് ഒരുപോലെ അഭിനന്ദനങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങുന്നുണ്ട്. ആർത്തവ കാലയളവിൽ കഠിനമായ വയറുവേദന, തലകറക്കം, അതിയായ ക്ഷീണം, മാനസിക വിഭ്രാന്തി എന്നിവ ഭൂരിഭാഗം പെൺകുട്ടികൾക്കും അനുഭവിക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ മണിക്കൂറുകളോളം ബെഞ്ചുകളിലിരുന്ന് പഠിക്കുക എന്നത് പ്രായോഗികമല്ല. കൂടാതെ ജീവിതശൈലിക്കിടയിൽ കൗമാരക്കാരിൽ കണ്ടുവരുന്ന PCOD പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വേദനയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നുണ്ട്. വേദന ശമിപ്പിക്കാൻ പലരും അമിതമായി വേദന സംഹാരികളെ ആശ്രയിക്കുന്നത് ഭാവിയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതിനാൽ വിശ്രമം ആവശ്യമുള്ളപ്പോൾ ശരീരത്തിന് അത് നൽകുക എന്നത് കുട്ടിയുടെ അടിസ്ഥാനപരമായ ആരോഗ്യ ആവശ്യമാണ്. ആർത്തവ അവധി എന്നത് കേവലം കേരളത്തിലെ മാത്രം ചർച്ചയല്ല. ആഗോളതലത്തിൽ തന്നെ ആർത്തവത്തെ ഒരു ആരോഗ്യപരമായ അവസ്ഥയായി കണ്ട് പല രാജ്യങ്ങളും ഇതിനകം നിയമങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ജപ്പാൻ, ദക്ഷിണ കൊറിയ, തായ്വാൻ, ഇന്തോനേഷ്യ, സാംബിയ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇതിനകം തന്നെ വിവിധ രീതിയിൽ ആർത്തവാവധി നിയമപരമായി അംഗീകരിച്ചിട്ടുള്ളവരാണ്. ഈ മാതൃകകൾ തെളിയിക്കുന്നത് ആർത്തവ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് അർഹമായ പരിഗണന നൽകുക എന്നത് തന്നെയാണ്. ഈ മാതൃകകൾ തെളിയിക്കുന്നത് ആർത്തവ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് അർഹമായ പരിഗണന നൽകുക എന്നത് ആധുനിക കാലഘട്ടത്തിന്റെ അനിവാര്യത എന്നാണ്. സർക്കാരിന്റെ ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ ചില പ്രായോഗികമായ ആശങ്കകളും ഉയരുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ അവധിയെടുക്കുമ്പോൾ അത് സഹപാഠികളിൽ തിരിച്ചറിയാൻ കാരണമാകുമെന്നും ഇത് കുട്ടികളുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നും ഒരു ഭാഗം ആശങ്കപ്പെടുന്നു. എന്നാൽ ഇതൊരു നിർബന്ധിത അവധിയല്ല, മറിച്ച് ആവശ്യമുള്ളവർക്ക് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷനാണ്. ആർത്തവാവധി നൽകുന്നതിനൊപ്പം തന്നെ സ്കൂളുകളിൽ സാനിറ്ററി നാപ്കിൻ, വെൻഡിങ് മെഷീനുകൾ, വൃത്തിയുള്ള ടോയ്ലറ്റുകൾ, കൃത്യമായ വിശ്രമമുറികൾ എന്നിവ സജ്ജീകരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ആർത്തവം എന്നത് ഒളിച്ചുവെക്കേണ്ടതോ അശുദ്ധിയോ അല്ല, മറിച്ച് അതൊരു സ്വാഭാവിക ജൈവിക പ്രക്രിയയാണെന്ന ബോധ്യം സമൂഹത്തിൽ വളർത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ കാതൽ. ഈ പദ്ധതി പൂർണ്ണാർത്ഥത്തിൽ വിജയിക്കണമെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ആൺകുട്ടികൾക്കും അധ്യാപകർക്കും ആർത്തവത്തെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നൽകുകയും വേണം. ഒപ്പം അവധിയെടുക്കുന്ന കുട്ടികൾ പഠനത്തിൽ പിന്നിലാവില്ല എന്ന് ഉറപ്പാക്കാൻ ഡിജിറ്റൽ സാമഗ്രികൾ ഉൾപ്പെടെയുള്ള പിന്തുണയും നൽകണം. ആർത്തവത്തെ ഒരു മാറ്റി നിർത്തലായല്ല, മറിച്ച് ആരോഗ്യപരമായ ഒരു അവസ്ഥയായി സമൂഹം കാണാൻ തുടങ്ങുന്നതോടെ ഈ തീരുമാനം ചരിത്രപരമായ ഒരു നാഴികക്കല്ലായി മാറും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.